8 പേര് കൂടി ഇരുന്നിട്ട് അവരെ എടുത്ത് പിടിച്ചോണ്ട് പോയി. അതായത് അവർ കഞ്ചാവുമായി പിടികൂടി എന്നല്ല പറയുന്നത്. ഇപ്പം ഒരു അസ്വാഭാവികമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടേ, നമുക്ക് സംശയാസ്പദമായിട്ടൊക്കെ ആരെങ്കിലും കണ്ടാൽ സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യാം. അതിൽ എക്സൈസുകാർ ആര് ചോദ്യം ചെയ്താലും ഞാനും എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്. അതിനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. വന്ന വാർത്ത എന്താ? കഞ്ചാവുമായി MLA പ്രതിഭയുടെ മകൻ പിടിയിലെന്ന വാർത്തയാണ്. ആ വാർത്തയോടാണ് ഞാൻ വിയോജിക്കുന്നത്. ബാക്കി അവിടെ നടന്നിപ്പോൾ ചിലപ്പോൾ ചോദ്യം ചെയ്യാനായിട്ട് അവർ പിടിച്ചിട്ടുണ്ടാവും, കൂടിയിരിക്കുന്നവരെ ചോദ്യം ചെയ്യുമായിരിക്കും. അങ്ങനെ ഇവിടെ എന്തെല്ലാം നടക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള വാർത്തയാണ് തീർച്ചയായിട്ടും തെറ്റായ വാർത്തയാണെന്ന് പറഞ്ഞാൽ എന്നോടൊന്ന് ചോദിക്കാൻ പോലും നിന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും എക്സൈസ് ഓഫീസിൽ ചോദിച്ചു. അപ്പം അങ്ങനൊരു വാർത്ത അവരാരോടും ഷെയർ ചെയ്തിട്ടില്ല എന്ന് അവർ തീർത്ത് പറയണം. അങ്ങനത്തെ ഒരു കാര്യമോടെ, കാരണം എന്തെങ്കിലും പിടിച്ചാലല്ലേ പിടിച്ചെന്ന് പറയാൻ പറ്റും. അങ്ങനൊരു കാര്യം പിടിച്ചിട്ട് ഈ ഗ്യാങ്ങിൽ നിന്ന് പോലും പിടിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല അതിനെപ്പറ്റി. പക്ഷേ ഇനി അതോ ഗ്യാങ്ങിൽ നിന്ന് പിടിച്ചാലും അതെങ്ങനെ MLAയുടെ മകൻ പ്രതിഭ MLAയുടെ മകൻ എന്ന പേരിൽ ഈ വാർത്ത വന്നപ്പോൾ തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു വൃത്തികെട്ട ഒരു മാധ്യമ പ്രവർത്തനമായി പോയി എന്നുള്ളതാണ്. അവർ കൂട്ടം കൂടി ഇരുന്ന വഴി എക്സൈസുകാർ വന്നു. എപ്പോഴും ഇവിടെ എല്ലാം പിള്ളേരിയ്ക്കും ഓരോ ഗ്യാങ് ആയിട്ട്. അപ്പോൾ ഈ ഒരു ഗ്യാങ്ങിൽ ഇവനും ഉണ്ടായിപ്പോയി. ആ 5-8 പേര് ഇരുന്നതിൻ്റെ അകത്ത് കനുവും ഉണ്ട്. അപ്പം നമ്മൾ പറയാൻ പറ്റുമോ ഇപ്പോൾ കനുവ് ഏത് ഗ്യാങ്ങിലാണ് ഇരിക്കുന്നത്? ഇവിടുത്തെ പിള്ളേരാ ചുറ്റും നിൽക്കുന്നത്. എപ്പോഴും ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 24 ഇവിടെ എൻ്റെ ഒരു പ്രോഗ്രാം എടുക്കാൻ വന്നപ്പോൾ പോലും എനിക്ക് തോന്നുന്നു കനുവ് ആ ടൈമിൽ ഇങ്ങനെ കൂട്ടം കൂടി നടക്കുന്ന അവന് തന്നെ കാണും. എപ്പോഴും അങ്ങനെയാണ്. ഇതൊരു നാട്ടുംപുറമാണ്. അപ്പം പിടിച്ച് വീട്ടിൽ കെട്ടിയിടാനൊന്നും പറ്റത്തില്ലല്ലോ പിള്ളേരെയൊന്നും. അത് ആ ഗ്യാങ് കൂടിയതിലോ ഗ്യാങ്ങിൽ പോയതിലോ അല്ല ഇപ്പോഴും എൻ്റെ പ്രതിഷേധം. അല്ലെങ്കിൽ ആ വാർത്ത എഴുതി കാണിച്ചുള്ള മനസ്സ് അത് തെറ്റ് തന്നെയല്ലേ? നിങ്ങൾ തന്നെ പറ. പ്രതിഭ MLAയുടെ മകനെ കഞ്ചാവുമായി പിടിയിലെന്ന് ഇവർക്ക് എന്ത് സോഴ്സിലാണ്? ഇവർക്ക് ആര് സോഴ്സ് കൊടുത്ത? അങ്ങനെ ഒരു കാര്യം ഇല്ല. അപ്പം അത് തെറ്റായ ഒരു കാര്യമാണ്. പിന്നെ ഈ കൂട്ടുകൂടിയതോ എക്സൈസ് വന്ന് അന്വേഷിച്ചതോ ഒക്കെ അവരുടെ ജോലിയുടെ ഭാഗമാണ്. നിലവിൽ കേസൊന്നുമില്ല. ഞാൻ സ്റ്റേഷനിൽ പോയിട്ടില്ലല്ലോ. അപ്പോൾ എന്നാലും അത് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അവരോട് തന്നെ ചോദിച്ചോളൂ. ഞാൻ സ്റ്റേഷനിൽ പോയി സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കാനോ അല്ലെങ്കിൽ അതോ ഒന്നും നമ്മളാരും ചെയ്തിട്ടില്ല. അഭിഷേക് എന്ന സുഹൃത്തിന്റെ പോക്കറ്റിൽ നിന്നാണ് കഞ്ചാവ് കിട്ടിയതെന്നാണ് എക്സൈസ് പറയുന്നത്. അഭിഷേക് എന്ന സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് കിട്ടിയെന്ന് അവർ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ അഭിഷേകിന്റെ കയ്യിൽ നിന്നല്ലേ? MLAയുടെ മകൻ അഭിഷേക് എന്നല്ലല്ലോ വന്നത്. MLAയുടെ മകന്റെ പേരിലാണല്ലോ വാർത്ത വന്നത്. അപ്പം നിങ്ങൾ തന്നെ പറയുന്നത് തെറ്റല്ലേ? അഭിഷേകിന്റെ എന്ന് പറഞ്ഞാൽ എങ്ങനെ MLAയുടെ മകനാവുന്നത്? എക്സൈസ് വിശദീകരിക്കുന്നത് അതായത് ഒരു കൂട്ടത്തിൽ ഒരുമിച്ച് ഒരാളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ എല്ലാവരും ആ കേസിൽ പ്രതികളാവാറുണ്ട് എന്നുള്ളത്. പക്ഷെ അങ്ങനല്ലല്ലോ വാർത്ത വന്നത്. അതിനെ ഇത്ര നിഷ്കളങ്കമായി കാണാനായിട്ടുള്ള മനസ്സ് അത് ശരിയല്ല. കാരണം എൻ്റെ മകൻ്റെ പേരിലും എന്നെ ആക്ഷേപിക്കുന്ന തരത്തിലും ആ വാർത്ത വന്നത് അത് തെറ്റായി പോയി എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതിന് നിങ്ങളിനി മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും എൻ്റെതായ രൂപത്തിൽ എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ ആ 2 മാധ്യമങ്ങൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കും. വാർത്ത വന്നത് തെറ്റായി പോയി എന്നത് മാത്രമാണോ നിങ്ങളുടെ പ്രശ്നം? മകൻ ഈ സംഘത്തിലുണ്ടായി എന്നത് വാർത്തയല്ലേ? അല്ല, മകൻ ആ സംഘത്തിലുണ്ടായെന്ന് പറഞ്ഞാൽ മകൻ ഈ നാട്ടിലെ മുഴുവൻ പേരുമായിട്ടും കൂട്ടാം. അത് ഏത് സംഘത്തിൽ പോയി എന്നുള്ളതല്ലല്ലോ. എൻ്റെ മകൻ്റെ കയ്യിൽ അത്തരം ഒരു സാധനം ഉണ്ടായി അവനെ പിടിച്ചു എന്നാണെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ നിൽക്കത്തില്ല. ഡെഫിനറ്റ്ലി ആദ്യം അവനെതിരെ നിൽക്കുന്ന ഞാൻ തന്നെയായിരിക്കും. അതിനെനിക്ക് മാധ്യമങ്ങളെ ഒന്നും ഒരു പേടിയില്ല. ഞാൻ പറയും. കാരണം എൻ്റെ മകനും ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമല്ലേ. അപ്പോൾ അവന് തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ മാധ്യമങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ ധൈര്യമുള്ള ആളാണ്. എനിക്കൊരു മടിയില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം ശീലത്തിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടത് ഇതും എൻ്റെ ചുമതലയാണ്, അല്ലെങ്കിൽ ഓരോ അമ്മമാരുടെയും ചുമതലയാണ്. പക്ഷേ ഇല്ലാത്തൊരു വാർത്തയിൽ ആഘോഷിച്ചതിനാണ് എൻ്റെ മുഴുവൻ ഒരു അമർഷവും ഞാൻ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഞാൻ ചോദിച്ചത് MLA അതായത് പിന്നെ ഇവിടെ കൂട്ടത്തിൽ സംഘം ചേർന്നിരുന്ന ഒരു സാഹചര്യത്തിൽ എക്സൈസ് കാണുന്നു. ആ സംഘത്തിൽ കനിവുണ്ടായിരുന്നു. അങ്ങനൊരു എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ ഇത്തരം കുറച്ച് കുട്ടികൾ പെട്ടു എന്നതൊരു വാർത്തയല്ലേ? അല്ല, അതല്ലല്ലോ വാർത്ത. അങ്ങനൊരു വാർത്തയേ ഇല്ലല്ലോ. ഈ ചോദിക്കുന്ന പോലും എനിക്കറിയാം വീണ്ടും എന്നെ പിടിച്ചൊരു ട്രാപ്പിലിടാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതേ അത്തരം അനാവശ്യമായ മാധ്യമ പ്രവർത്തനത്തിന് എന്നെ വലിച്ചിഴക്കരുത്. എൻ്റെ മകനുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമേ എനിക്കിവിടെ ഉള്ളൂ. ബാക്കി കുട്ടികളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ചോദിച്ചാൽ അവർ പ്രതികരിക്കും. അതെനിക്കറിയത്തില്ല. എൻ്റെ മകൻ്റെ കയ്യിൽ ഇങ്ങനെ ഇതുണ്ടായിരുന്നു, അവനെ അറസ്റ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ അവനെ പിടിയിലാക്കിയോന്നോ എന്ന് പറഞ്ഞുള്ള ആ മാധ്യമത്തിന് എന്നോടോ ചോദിക്കുകയോ മറ്റൊരാളോടൊരു ഒപ്പീനിയൻ ചോദിക്കുകയോ ചെയ്യാതെ ചെയ്ത ഏഷ്യാനെറ്റിനോടും 24നോടും അങ്ങേയറ്റം ആ മാധ്യമപ്രവർത്തനത്തെ